ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ വർഷത്തേതിന് സമാനമായി ഈ വർഷവും ലോഗോസ് ക്വിസ് പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നതിനായി മുൻകൂട്ടി തയ്യാറാക്കിയ 400 ചോദ്യങ്ങൾ സംഘാടകർ നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്നും 78 ചോദ്യങ്ങൾ രൂപതാതല പരീക്ഷയ്ക്ക് വരുന്നതായിരിക്കും. ഇതിൻ്റെ PDF ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. റൂത്ത് 1-ാം അധ്യായത്തിൽ നിന്നുമുള്ള 12 ചോദ്യങ്ങൾ. ചോദ്യം 1. ആരുടെ കാലത്താണ് നാട്ടിൽ ക്ഷാമമുണ്ടായത്? ഉത്തരം ന്യായാധിപന്മാരുടെ. ചോദ്യം 2. മൊവാബ് ദേശത്ത് കുടിയേറി പാർത്തത് ആരാണ്? ഉത്തരം യൂദായിലെ ഒരു ബെത്ലഹേംകാരൻ എലീമെലെക്ക്. ചോദ്യം 3. നവോമിയുടെ പുത്രന്മാരുടെ പേര് എന്ത്? ഉത്തരം മഹ്ലോൻ, കിലിയോൻ. ചോദ്യം 4. അവർ യൂദായിലെ ബെത്ലഹേമിൽ നിന്നുള്ള ഡാഷ് ആയിരുന്നു. പൂരിപ്പിക്കുക. ഉത്തരം എഫ്രാത്യർ. ചോദ്യം 5. എന്ത് കേട്ടപ്പോഴാണ് നവോമി മരുമക്കളോടുകൂടെ മൊവാബിൽ നിന്ന് തിരികെ പോകാൻ ഒരുങ്ങിയത്? ഉത്തരം കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു. ചോദ്യം 6. ആരാണ് അമ്മായിയമ്മയെ ചുംബിച്ച് വിടവാങ്ങിയത്? ഉത്തരം ഓർഫ. ചോദ്യം 7. ഓർഫ ആരുടെ അടുത്തേക്ക് മടങ്ങിപ്പോയെന്നാണ് നവോമി പറയുന്നത്? ഉത്തരം ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും. ചോദ്യം 8. നവോമിയെയും റൂത്തിനെയും കണ്ട് വിസ്മയിച്ചത് ആര്? ഉത്തരം പട്ടണം മുഴുവൻ. ചോദ്യം 9. എന്നെ നവോമി എന്നല്ല ഡാഷ് എന്നാണ് വിളിക്കേണ്ടത്. പൂരിപ്പിക്കുക. ഉത്തരം മാറ. ചോദ്യം 10. നവോമി എന്ന വാക്കിൻ്റെ അർത്ഥം? ഉത്തരം സന്തുഷ്ട. ഫുട്നോട്ടിൽ നൽകിയിട്ടുണ്ട്. ചോദ്യം 11. എപ്പോഴാണ് നവോമിയും റൂത്തും ബെത്ലഹേമിൽ എത്തിയത്? ഉത്തരം ബാർലിക്കൊയ്ത്ത് തുടങ്ങിയപ്പോൾ. ചോദ്യം 12. കർത്താവിൻ്റെ കരം എനിക്കെതിരായി ഉയർന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് ആര്? ഉത്തരം നവോമി. തുടർന്ന് റൂത്ത് 2-ാം അധ്യായത്തിൽ നിന്നുള്ള 11 ചോദ്യങ്ങൾ. ചോദ്യം 13. നവോമിയുടെ ഭർതൃഗ്രഹത്തിൽ ഉണ്ടായിരുന്ന ധനികൻ ആര്? ഉത്തരം ബോവാസ്. ചോദ്യം 14. ആരുടെ വയലിലാണ് റൂത്ത് എത്തിച്ചേർന്നത്? ഉത്തരം എലീമെലെക്കിൻ്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസിൻ്റെ വയലിൽ. ചോദ്യം 15. ബോവാസ് എന്ത് പറഞ്ഞാണ് കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തത്? ഉത്തരം കർത്താവ് നിങ്ങളോട് കൂടെ. ചോദ്യം 16. കൊയ്ത്തുകാർ പ്രത്യഭിവാദനം ചെയ്തതെങ്ങനെ? ഉത്തരം കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കട്ടെ. ചോദ്യം 17. കാല പെറുക്കിയത് മെതിച്ചപ്പോൾ എത്രയുണ്ടായിരുന്നു? ഉത്തരം 1 ഏഫ ബാർലി. ചോദ്യം 18. വിളവെടുപ്പ് കഴിയുന്നതുവരെ റൂത്ത് ആരോട് ചേർന്ന് നിന്നാണ് കാല പെറുക്കിയത്? ഉത്തരം ബോവാസിൻ്റെ ദാസിമാരോട് ചേർന്ന് നിന്ന്. ചോദ്യം 19. കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട് ബോവാസ് എന്താണ് ചോദിച്ചത്? ഉത്തരം ആരാണ് ഈ യുവതി? ചോദ്യം 20. നവോമിയോടൊപ്പം മൊവാബിൽ നിന്നു വന്ന മൊവാബി സ്ത്രീയാണിവൾ എന്ന് മറുപടി നൽകിയത് ആരാണ്? ഉത്തരം ഭൃത്യൻ. ചോദ്യം 21. അന്യനാട്ടുകാരിയായ എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്തു നന്മ ചെയ്തു? എങ്ങനെയാണ് റൂത്ത് ഈ ചോദ്യം ഉന്നയിച്ചത്? ഉത്തരം സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട്. ചോദ്യം 22. ഭക്ഷണ സമയത്ത് ബോവാസ് അവളോട് പറഞ്ഞ കാര്യങ്ങളിൽ അപ്പം എങ്ങനെ ഭക്ഷിക്കാനാണ് പറയുന്നത്?
ഉത്തരം വീഞ്ഞിൽ മുക്കി. ചോദ്യം 23. റൂത്ത് ശേഖരിച്ച ധാന്യം ആരെയാണ് കാണിച്ചത്? ഉത്തരം അമ്മായിയമ്മയെ. തുടർന്ന് റൂത്ത് 3-ാം അധ്യായത്തിൽ നിന്നുള്ള 8 ചോദ്യങ്ങൾ. ചോദ്യം 24. മകളെ സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എൻ്റെ കടമയല്ലേ? ആരോട് പറഞ്ഞു? ഉത്തരം നവോമി റൂത്തിനോട്. ചോദ്യം 25. ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടനായപ്പോൾ ബോവാസ് എവിടെയാണ് കിടന്നുറങ്ങിയത്? ഉത്തരം ധാന്യകൂമ്പാരത്തിൻ്റെ അരികിൽ. ചോദ്യം 26. ബോവാസ് എത്ര അളവ് ബാർലിയാണ് റൂത്തിൻ്റെ തലയിൽ വച്ചു കൊടുത്തത്? ഉത്തരം 6. ചോദ്യം 27. കാര്യങ്ങൾ എങ്ങനെയാകും എന്ന് കാത്തിരുന്ന് കാണാം ആരാണ് പറഞ്ഞത്? ഉത്തരം നവോമി. ചോദ്യം 28. റൂത്ത് എങ്ങനെയാണ് മെതിക്കളത്തിലേക്ക് ചെന്നത്? ഉത്തരം കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച്. ചോദ്യം 29. അർദ്ധരാത്രിയിൽ ബോവാസ് ഞെട്ടിയുണർന്നപ്പോൾ കണ്ടതെന്താണ്? ഉത്തരം കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നു. ചോദ്യം 30. നീ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഡാഷ് ആദ്യത്തേതിലും വലുതാണ്, പൂരിപ്പിക്കുക. ഉത്തരം ഔദാര്യം. ചോദ്യം 31. ആരാണ് കാര്യം തീരുമാനിക്കുന്നതുവരെ അടങ്ങിയിരിക്കുകയില്ലാത്തത്? ഉത്തരം ബോവാസ്. തുടർന്ന് റൂത്ത് 4-ാം അധ്യായത്തിൽ നിന്നുള്ള 10 ചോദ്യങ്ങൾ. ചോദ്യം 32. വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ച് ഇസ്രായേലിൽ മുൻപ് നിലവിലിരുന്ന നിയമം എന്താണ്? ഉത്തരം ഇടപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരാൾ തൻ്റെ ചെരുപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കും. ചോദ്യം 33. ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്തത് ആരെല്ലാം? ഉത്തരം റാഹേൽ, ലയ. ചോദ്യം 34. ബോവാസ് എവിടെ ഐശ്വര്യവാനാകട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നവരും പറയുന്നത്? ഉത്തരം എഫ്രാത്തായിൽ. ചോദ്യം 35. ബോവാസ് എവിടെ പ്രസിദ്ധനാകട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നവരും പറയുന്നത്? ഉത്തരം ബത്ലഹേമിൽ. ചോദ്യം 36. റൂത്തിന് ജനിച്ച പുത്രന് പേരിട്ടത് ആര്? ഉത്തരം അയൽക്കാരായ സ്ത്രീകൾ. ചോദ്യം 37. ഹെബ്രോൻ്റെ പിതാവ് ആര്? ഉത്തരം പേരസ്. ചോദ്യം 38. വീണ്ടെടുക്കാനുള്ള അവകാശം നീ തന്നെ ഉപയോഗിച്ചു കൊള്ളുക ആരോട് പറഞ്ഞു? ഉത്തരം ബന്ധു ബോവാസിനോട്. ചോദ്യം 39. നഗരത്തിൽ നിന്ന് ബോവാസ് ആരെയാണ് വിളിച്ചു കൊണ്ടുവന്നത്? ഉത്തരം ശ്രേഷ്ഠന്മാരായ 10 പേരെ. ചോദ്യം 40. ബോവാസ് റൂത്തിനെ ഭാര്യയായി സ്വീകരിച്ചതിന് ആരൊക്കെയാണ് സാക്ഷികൾ? ഉത്തരം ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നിരുന്നവരും. ചോദ്യം 41. കർത്താവ് നിൻ്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ ആരെപ്പോലെയാക്കട്ടെ എന്നാണ് സാക്ഷികൾ പറഞ്ഞത്? ഉത്തരം ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഹേൽ, ലയ. തുടർന്ന് സഭാപ്രസംഗനിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. 1-ാം അധ്യായത്തിൽ നിന്നുമുള്ള 11 ചോദ്യങ്ങൾ. ചോദ്യം 42. എന്നേക്കും നിലനിൽക്കുന്നത് എന്ത്? ഉത്തരം ഭൂമി. ചോദ്യം 43. ഡാഷ് വരുന്നു പോകുന്നു, ഭൂമിയാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു, പൂരിപ്പിക്കുക. ഉത്തരം തലമുറകൾ. ചോദ്യം 44. വ്യഗ്രതയോടെ ചെയ്യാൻ മനുഷ്യനെ ജോലികൾ ഏൽപ്പിച്ചത് ആര്? ഉത്തരം ദൈവം. ചോദ്യം 45. എല്ലാം മിഥ്യയും പാഴ്വേലയുമാണ്, ഏതെല്ലാം? ഉത്തരം സൂര്യന് കീഴെ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും. ചോദ്യം 46.
സഭാപ്രസംഗകൻ 1:15 അനുസരിച്ച് അസാധ്യമായത് എന്താണ്? ഉത്തരം: ഇല്ലാത്തത് എണ്ണുക. ചോദ്യം 47. അറിവ് വർദ്ധിക്കുമ്പോൾ വർദ്ധിക്കുന്നത് എന്ത്? ഉത്തരം: വ്യസനം. ചോദ്യം 48. ജെറുസലേമിൽ രാജാവും ദാവീദിൻ്റെ പുത്രനും ആര്? ഉത്തരം: സഭാപ്രസംഗകൻ. ചോദ്യം 49. സകലവും മനുഷ്യന് എന്താണെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം: ക്ലേശഭൂയിഷ്ടം. ചോദ്യം 50. ആർക്കും കഴിയുകയില്ല എന്ന് സഭാപ്രസംഗകൻ പറയുന്നത് എന്താണ്? ഉത്തരം: വളഞ്ഞത് നേരെയാക്കാൻ. ചോദ്യം 51. ജെറുസലേമിൽ എനിക്ക് മുൻപുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരെയുംക്കാൾ അധികം ഞാൻ സമ്പാദിച്ചു. എന്ത്? ഉത്തരം: ജ്ഞാനം. ചോദ്യം 52. ദുഃഖം ഏറുന്നത് എപ്പോൾ? ഉത്തരം: ജ്ഞാനമേറുമ്പോൾ. തുടർന്ന് സഭാപ്രസംഗകൻ 2-ാം അധ്യായത്തിൽ നിന്നുമുള്ള 11 ചോദ്യങ്ങൾ. ചോദ്യം 53. ചിരി ഭ്രാന്താണെന്നും ഡാഷ് നിഷ്ഫലമാണെന്നും ഞാൻ മനസ്സിലാക്കി. പൂരിപ്പിക്കുക. ഉത്തരം: സുഖഭോഗങ്ങൾ. ചോദ്യം 54. എന്തിനെയെല്ലാമാണ് സഭാപ്രസംഗകൻ വിവേചിച്ചറിയാൻ തുടങ്ങിയത്? ഉത്തരം: ജ്ഞാനവും ഉന്മത്തതയും ഭോഷത്വവും. ചോദ്യം 55. ഭോഷത്വത്തെ അതിശയിക്കുന്നത് എന്ത്? ഉത്തരം: ജ്ഞാനം. ചോദ്യം 56. ഭോഷനെപ്പോലെ തന്നെ ജ്ഞാനിക്കും ലഭിക്കാത്തത് എന്ത്? ഉത്തരം: ശാശ്വത സ്മരണ. ചോദ്യം 57. ദുഃഖസങ്കുലമായിട്ടുള്ളത് എന്ത്? ഉത്തരം: അധ്വാനം. ചോദ്യം 58. ആർക്കാണ് ദൈവം ജ്ഞാനവും അറിവും ആനന്ദവും പ്രദാനം ചെയ്യുന്നത്? ഉത്തരം: തന്നെ പ്രസാദിപ്പിക്കുന്നവന്. ചോദ്യം 59. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ധനം ശേഖരിച്ചു കൂട്ടാനുള്ള ജോലി ലഭിക്കുന്നത് ആർക്കാണ്? ഉത്തരം: പാപിക്ക്. ചോദ്യം 60. തന്നെ പ്രസാദിപ്പിക്കുന്നവന് ദൈവം പ്രദാനം ചെയ്യുന്നത് എന്ത്? ഉത്തരം: ജ്ഞാനവും അറിവും ആനന്ദവും. ചോദ്യം 61. ആർക്ക് കാണാനാണ് കണ്ണുള്ളത്? ഉത്തരം: ജ്ഞാനിക്ക്. ചോദ്യം 62. ഭോഷൻ നടക്കുന്നത് എവിടെ? ഉത്തരം: ഇരുട്ടിൽ. ചോദ്യം 63. ആരിൽ നിന്ന് അകന്ന് ഭക്ഷിക്കാനോ ആനന്ദിക്കാനോ ആർക്കാണ് കഴിയുക എന്നാണ് സഭാപ്രസംഗകൻ ചോദിക്കുന്നത്? ഉത്തരം: ദൈവത്തിൽ നിന്ന്. തുടർന്ന് സഭാപ്രസംഗകൻ 3-ാം അധ്യായത്തിൽ നിന്നുമുള്ള 10 ചോദ്യങ്ങൾ. ചോദ്യം 64. മനുഷ്യ മനസ്സിൽ അവിടുന്ന് നിക്ഷേപിച്ചിരിക്കുന്നത് എന്ത്? ഉത്തരം: കാലത്തിൻ്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധം. ചോദ്യം 65. മനുഷ്യന് ആദ്യന്തം ഗ്രഹിക്കാൻ കഴിവില്ലാത്തത് എന്ത്? ഉത്തരം: ദൈവത്തിൻ്റെ പ്രവൃത്തികൾ. ചോദ്യം 66. ഡാഷ് ശാശ്വതമാണെന്ന് സഭാപ്രസംഗകൻ അറിയുന്നു. പൂരിപ്പിക്കുക. ഉത്തരം: ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം. ചോദ്യം 67. എന്തിനെയാണ് ദൈവം യഥാകാലം തിരികെ കൊണ്ടുവരുന്നത്? ഉത്തരം: കടന്നുപോയ ഓരോന്നിനെയും. ചോദ്യം 68. സൂര്യന് കീഴെ നീതി പുലരേണ്ടതായ ഏതിടത്താണ് തിന്മ കുടികൊള്ളുന്നതായി കണ്ടത്? ഉത്തരം: ന്യായപീഠത്തിൽ. ചോദ്യം 69. ആരെയെല്ലാം ദൈവം വിധിക്കുമെന്നാണ് സഭാപ്രസംഗകൻ വിചാരിച്ചത്? ഉത്തരം: നീതിമാനെയും ദുഷ്ടനെയും. ചോദ്യം 70. ഒന്ന് ചാകുന്നത് പോലെ മറ്റേതും ചാകുന്നു എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം: മനുഷ്യമക്കളും മൃഗങ്ങളും. ചോദ്യം 71. കരയാൻ ഒരു കാലം ചിരിക്കാൻ ഒരു കാലം ഡാഷ്. പൂരിപ്പിക്കുക. ഉത്തരം: വിലപിക്കാൻ ഒരു കാലം.
ചോദ്യം 72. ആര് വെറും മൃഗങ്ങൾ ആണെന്ന് അവരെ കാണിക്കാൻ വേണ്ടി ദൈവം അവരെ പരീക്ഷിക്കുകയാണെന്ന് സഭാപ്രസംഗകൻ കരുതിയത്? ഉത്തരം മനുഷ്യമക്കൾ. ചോദ്യം 73. ആർക്കാണ് മൃഗത്തേക്കാൾ യാതൊരു മേന്മയും ഇല്ലാത്തത്? ഉത്തരം മനുഷ്യന്. തുടർന്ന് സഭാപ്രസംഗകൻ 4-ാം അധ്യായത്തിൽ നിന്നുമുള്ള 9 ചോദ്യങ്ങൾ. ചോദ്യം 74. എല്ലാ അധ്വാനവും എല്ലാ വൈദഗ്ധ്യവും മനുഷ്യരുടെ ഡാഷ് ഫലമാണെന്ന് ഞാൻ ഗ്രഹിച്ചു. പൂരിപ്പിക്കുക. ഉത്തരം പരസ്പര സ്പർദ്ധയുടെ. ചോദ്യം 75. ആരാണ് കയ്യും കെട്ടിയിരുന്ന് ക്ഷയിക്കുന്നത്? ഉത്തരം ഭോഷൻ. ചോദ്യം 76. ഇരു കൈകളും നിറയെയുള്ള അധ്വാനത്തെക്കാളും പാഴ്വേലയേക്കാളും ഉത്തമമായിട്ടുള്ളത് എന്ത്? ഉത്തരം ഒരു പിടി സ്വസ്ഥത. ചോദ്യം 77. പുത്രനോ സഹോദരനോ ആരുമില്ലാത്തവനും അറുതിയില്ലാത്തത് എന്തിന്? ഉത്തരം അധ്വാനത്തിന്. ചോദ്യം 78. ഡാഷ് എത്രയായാലും അവന് മതി വരുന്നില്ല. പൂരിപ്പിക്കുക. ഉത്തരം ധനം. ചോദ്യം 79. വേഗം പൊട്ടുകയില്ലാത്തത് എന്ത്? ഉത്തരം മുപ്പിരി ചരട്. ചോദ്യം 80. ഉപദേശം നിരസിക്കുന്ന വിഡ്ഢിയും വൃദ്ധനുമായ രാജാവിനേക്കാൾ ഭേദമായത് ആര്? ഉത്തരം നിർധനനെങ്കിലും ബുദ്ധിമാനായ യുവാവ്. ചോദ്യം 81. സഭാപ്രസംഗകൻ 4:7 പ്രകാരം മിഥ്യ കണ്ടതെവിടെ? ഉത്തരം സൂര്യന് കീഴെ. ചോദ്യം 82. സൂര്യന് കീഴെ വീണ്ടും ഞാൻ ഡാഷ് കണ്ടു. പൂരിപ്പിക്കുക. ഉത്തരം മിഥ്യ. തുടർന്ന് സഭാപ്രസംഗകൻ അധ്യായം 5 നിന്നും 10 ചോദ്യങ്ങൾ. ചോദ്യം 83. എവിടെ പോകുമ്പോഴാണ് സൂക്ഷ്മതയുള്ളവനായിരിക്കേണ്ടത്? ഉത്തരം ദേവാലയത്തിൽ. ചോദ്യം 84. തങ്ങൾ തിന്മയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അറിയാത്തത് ആര്? ഉത്തരം ഭോഷന്മാർ. ചോദ്യം 85. എപ്പോഴാണ് മൂഢജൽപ്പനമാകുന്നത്? ഉത്തരം വാക്കുകൾ ഏറുമ്പോൾ. ചോദ്യം 86. അവിടുത്തേക്ക് പ്രീതിയില്ലാത്തത് ആരിൽ? ഉത്തരം മൂഢരിൽ. ചോദ്യം 87. സ്വപ്നങ്ങൾ ഏറുമ്പോൾ വർദ്ധിക്കുന്നത് എന്ത്? ഉത്തരം പൊള്ളവാക്കുകൾ. ചോദ്യം 88. ആർക്കാണ് സുഖനിദ്ര ലഭിക്കുന്നത്? ഉത്തരം അധ്വാനിക്കുന്നവന്. ചോദ്യം 89. ധനികൻ്റെ ഉറക്കം കെടുത്തുന്നതെന്ത്? ഉത്തരം അമിത സമ്പാദ്യം. ചോദ്യം 90. ആരാണ് തൻ്റെ തന്നെ നാശത്തിന് മുതൽ സൂക്ഷിക്കുന്നത്? ഉത്തരം ധനികൻ. ചോദ്യം 91. തെറ്റുപറ്റിയതാണെന്ന് ആരോട് പറയാൻ ഇടവരുത്തരുതെന്നാണ് പറയുന്നത്? ഉത്തരം ദൂതനോട്. ചോദ്യം 92. ദുസ്വപ്നങ്ങൾ കൂടുന്നതെപ്പോൾ? ഉത്തരം ആകുലതയേറുമ്പോൾ. തുടർന്ന് സഭാപ്രസംഗകൻ 6-ാം അധ്യായത്തിൽ നിന്നുമുള്ള 5 ചോദ്യങ്ങൾ. ചോദ്യം 93. ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും കുറവ് വരാത്ത വിധം ദൈവം അവന് നൽകുന്നത് എന്ത്? ഉത്തരം സമ്പത്ത്, ഐശ്വര്യം, കീർത്തി. ചോദ്യം 94. മനുഷ്യൻ്റെ അധ്വാനം എന്തിനു വേണ്ടിയാണ്? ഉത്തരം പൂരണത്തിന്. ചോദ്യം 95. സങ്കല്പങ്ങളിൽ അലയുന്നതിനേക്കാൾ നല്ലത് എന്താണ്? ഉത്തരം കൺമുൻപിലുള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നത്. ചോദ്യം 96. വാക്കുകളുടെ പെരുപ്പം എന്തിൻ്റെ പെരുപ്പമാണ്? ഉത്തരം മിഥ്യയുടെ. ചോദ്യം 97. സൂര്യന് കീഴെ എന്ത് ഞാൻ കണ്ടിരിക്കുന്നു എന്നാണ് 6:1 സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം മനുഷ്യർക്ക് ദുർവഹമായൊരു തിന്മ.
തുടർന്ന് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നുമുള്ള ചോദ്യോത്തരങ്ങളാണ്. 1-ാം അധ്യായത്തിൽ നിന്നുമുള്ള 26 ചോദ്യങ്ങൾ. ചോദ്യം 98: യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ രചന എന്ന് എവിടെ വച്ച് പൂർത്തീകരിച്ചു? ഉത്തരം AD 95 എഫേസോസിൽ വെച്ച്. ചോദ്യം 99: യോഹന്നാൻ്റെ സുവിശേഷത്തെ എങ്ങനെയെല്ലാം വിശേഷിപ്പിക്കാം? ഉത്തരം വിശ്വാസത്തിൻ്റെ സുവിശേഷം, ജീവൻ്റെ സുവിശേഷം. ചോദ്യം 100: 4-ാം സുവിശേഷത്തെ പ്രധാനമായും തരംതിരിക്കുന്നത് എങ്ങനെ? ഉത്തരം അടയാളങ്ങളുടെ പുസ്തകം, മഹത്വത്തിൻ്റെ പുസ്തകം. ചോദ്യം 101: ദൈവം അയച്ച മനുഷ്യൻ ആര്? ഉത്തരം യോഹന്നാൻ. ചോദ്യം 102: യോഹന്നാൻ വന്നത് എന്തിനായിരുന്നു? ഉത്തരം സാക്ഷ്യത്തിനായി. ചോദ്യം 103: യോഹന്നാൻ എന്തിന് സാക്ഷ്യം നൽകാനാണ് വന്നത്? ഉത്തരം വെളിച്ചത്തിന്. ചോദ്യം 104: സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്ന ദൈവം അയച്ച മനുഷ്യനോട് അവർ പ്രതികരിച്ചത് എങ്ങനെ? ഉത്തരം അവനെ സ്വീകരിച്ചില്ല. ചോദ്യം 105: കാരണം എനിക്ക് മുൻപ് തന്നെ അവനുണ്ടായിരുന്നു. ഈ വാക്യത്തിന് മുൻപ് യോഹന്നാൻ പറയുന്നത് എന്ത്? ഉത്തരം എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ വലിയവനാണ്. ചോദ്യം 106: യേശുവിൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എന്ത് സ്വീകരിച്ചു? ഉത്തരം കൃപയ്ക്ക് മേൽ കൃപ. ചോദ്യം 107: ദൈവത്തെ ആരാണ് വെളിപ്പെടുത്തിയത്? ഉത്തരം ദൈവം തന്നെയായ ഏകജാതൻ. ചോദ്യം 108: നീ ആരാണെന്ന് ചോദിക്കാൻ യഹൂദർ ജെറുസലേമിൽ നിന്ന് ആരെയാണ് അയച്ചത്? ഉത്തരം പുരോഹിതന്മാരെയും ലേവ്യരെയും. ചോദ്യം 109: പുരോഹിതരും ലേവ്യരും യോഹന്നാനോട് എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്? ഉത്തരം 6. ചോദ്യം 110: കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ. ഇത് ആരുടെ പ്രവചനമാണ്? ഉത്തരം ഏശയ്യാ ദീർഘദർശി. ചോദ്യം 111: നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. ഇതിനുശേഷം യോഹന്നാൻ പറഞ്ഞതെന്ത്? ഉത്തരം എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ചോദ്യം 112: യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്നത് എവിടെ? ഉത്തരം ജോർദാനിൽ. ചോദ്യം 113: ബഥാനിയ എവിടെയാണ്? ഉത്തരം ജോർദാൻ്റെ അക്കരെ. ചോദ്യം 114: യോഹന്നാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം യേശുവിനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടി. ചോദ്യം 115: യോഹന്നാൻ തൻ്റെ ശിഷ്യരിൽ 2 പേരോടുകൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ട് പറഞ്ഞതെന്ത്? ഉത്തരം നിതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. ചോദ്യം 116: അങ്ങ് എവിടെയാണ് വസിക്കുന്നത് എന്ന ചോദ്യത്തിന് യേശു കൊടുക്കുന്ന മറുപടി എന്താണ്? ഉത്തരം വന്ന് കാണുക. ചോദ്യം 117: യേശു വന്ന് കാണുക എന്ന് പറഞ്ഞ സമയം ഏതാണ്? ഉത്തരം ഏകദേശം 10-ാം മണിക്കൂർ. ചോദ്യം 118: യോഹന്നാൻ പറഞ്ഞത് കേട്ട് യേശുവിനെ അനുഗമിച്ച 2 പേരിൽ ഒരുവൻ ആരായിരുന്നു? ഉത്തരം ശിമിയോൻ പത്രോസിൻ്റെ സഹോദരൻ അന്ത്രയോസ്. ചോദ്യം 119: ഞങ്ങൾ മിശിഹായെ ക്രിസ്തുവിനെ കണ്ടുവെന്ന് അന്ത്രയോസ് ആരോടാണ് ആദ്യം പറഞ്ഞത്? ഉത്തരം ശിമയോനോട്. ചോദ്യം 120: ശിമയോനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നത് ആരാണ്? ഉത്തരം അന്ത്രയോസ്. ചോദ്യം 121: യേശു ശിമയോനെ നോക്കി പറഞ്ഞതെന്ത്? ഉത്തരം നീ യോഹന്നാൻ്റെ പുത്രനായ ശിമയോനാണ്, കേപ്പ പാറ എന്നു നീ വിളിക്കപ്പെടും. ചോദ്യം 122: പിറ്റേ ദിവസം യേശു ഗലീലിയിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ ആരോടാണ് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞത്? ഉത്തരം പീലിപ്പോസ്.
ചോദ്യം 123. മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ ഞങ്ങൾ കണ്ടു. ആര് ആരോട് പറഞ്ഞു? ഉത്തരം പീലിപ്പോസ് നഥാനയേലിനോട്. തുടർന്ന് വിശുദ്ധ യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്നുള്ള 18 ചോദ്യങ്ങൾ. ചോദ്യം 124. ഗലീലിയിലെ കാനായിൽ വിവാഹവിരുന്ന് നടന്നത് എന്നാണ്? ഉത്തരം 3-ാം ദിവസം. ചോദ്യം 125. കാനായിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ പറഞ്ഞതെന്ത്? ഉത്തരം അവർക്ക് വീഞ്ഞില്ല. ചോദ്യം 126. അമ്മ പരിചാരകരോട് പറഞ്ഞതെന്ത്? ഉത്തരം അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. ചോദ്യം 127. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന എത്ര കൽഭരണികൾ ഉണ്ടായിരുന്നു? ഉത്തരം 6. ചോദ്യം 128. ഓരോ കൽഭരണിയും എത്ര അളവ് കൊള്ളുമായിരുന്നു? ഉത്തരം 2 3. ചോദ്യം 129. യേശു പരിചാരകരോട് കൽപ്പിച്ചത് എന്ത്? ഉത്തരം ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ. ചോദ്യം 130. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. ആര്? ഉത്തരം കലവറക്കാരൻ. ചോദ്യം 131. കാനായിലെ അത്ഭുതത്തിൻ്റെ ഫലമായി ആരാണ് യേശുവിൽ വിശ്വസിച്ചത്? ഉത്തരം അവൻ്റെ ശിഷ്യന്മാർ. ചോദ്യം 132. കാനായിലെ അത്ഭുതത്തിന് ശേഷം യേശു എവിടേക്കാണ് പോയത്? ഉത്തരം കഫർനാമിലേക്ക്. ചോദ്യം 133. എന്തിനെയെല്ലാമാണ് ദേവാലയത്തിൽ വിറ്റുകൊണ്ടിരുന്നത്? ഉത്തരം കാള, ആട്, പ്രാവ്. ചോദ്യം 134. ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവിൻ. യേശു ആരോടാണ് ഇത് പറഞ്ഞത്? ഉത്തരം പ്രാവുകളെ വിൽക്കുന്നവരോട്. ചോദ്യം 135. നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുതെന്ന് ഈശോ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം പിതാവിൻ്റെ ആലയത്തെക്കുറിച്ച്. ചോദ്യം 136. ദേവാലയം നശിപ്പിച്ചാൽ എത്ര ദിവസം കൊണ്ടാണ് യേശു അത് പുനരുദ്ധരിക്കുക? ഉത്തരം 3 ദിവസത്തിനകം. ചോദ്യം 137. ജെറുസലേം ദേവാലയം പണിയാൻ എത്ര വർഷമെടുത്തു? ഉത്തരം 46 സംവത്സരം. ചോദ്യം 138. യേശു പറഞ്ഞ ദേവാലയം ഏതാണ്? ഉത്തരം ശരീരമാകുന്ന ദേവാലയം. ചോദ്യം 139. വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിച്ചതാര്? ഉത്തരം ശിഷ്യന്മാർ. ചോദ്യം 140. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല, കാരണമെന്ത്? ഉത്തരം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. ചോദ്യം 141. യേശുവിന് ആരെപ്പറ്റിയാണ് ആരുടെയും സാക്ഷ്യം ആവശ്യമില്ലാതിരുന്നത്? ഉത്തരം മനുഷ്യരെപ്പറ്റി. തുടർന്ന് വിശുദ്ധ യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്നുള്ള 24 ചോദ്യങ്ങൾ. ചോദ്യം 142. രാത്രിയിൽ യേശുവിൻ്റെ അടുത്തു വന്ന യഹൂദ പ്രമാണി ആര്? ഉത്തരം നിക്കോദേമോസ്. ചോദ്യം 143. നിക്കോദേമോസ് യേശുവിനെ അഭിസംബോധന ചെയ്തത് എങ്ങനെ? ഉത്തരം റബ്ബി. ചോദ്യം 144. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഡാഷ് പ്രവർത്തിക്കാൻ കഴിയുകയില്ല. പൂരിപ്പിക്കുക. ഉത്തരം അടയാളങ്ങൾ. ചോദ്യം 145. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവൻ ഡാഷ് കാണാൻ കഴിയുകയില്ല. പൂരിപ്പിക്കുക. ഉത്തരം ദൈവരാജ്യം. ചോദ്യം 146. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ എന്നതിൻ്റെ ഗ്രീക്ക് മൂലം? ഉത്തരം ഉന്നതത്തിൽ നിന്ന് ജനിക്കുന്നില്ലെങ്കിൽ. ഫുട്നോട്ടിൽ പറയുന്നത്. ചോദ്യം 147. ഇതെല്ലാം എങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചതാര്? ഉത്തരം നിക്കോദേമോസ്.
ചോദ്യം 148. നീ ഇസ്രായേലിലെ ഗുരുവല്ലേ? യേശു ആരോടാണ് ഇത് ചോദിച്ചത്? ഉത്തരം നിക്കോദേമോസ്. ചോദ്യം 149. യേശു എന്തിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്? ഉത്തരം അറിയുന്നവയെപ്പറ്റി. ചോദ്യം 150. യേശു എന്തിനെക്കുറിച്ചാണ് സാക്ഷ്യപ്പെടുത്തുന്നത്? ഉത്തരം കണ്ടവയെപ്പറ്റി. ചോദ്യം 151. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഡാഷ് അല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. പൂരിപ്പിക്കുക. ഉത്തരം മനുഷ്യപുത്രൻ. ചോദ്യം 152. മോശ എവിടെയാണ് സർപ്പത്തെ ഉയർത്തിയത്? ഉത്തരം മരുഭൂമിയിൽ. ചോദ്യം 153. ആരാണ് പ്രകാശത്തെ വെറുക്കുന്നത്? ഉത്തരം തിന്മ പ്രവർത്തിക്കുന്നവൻ. ചോദ്യം 154. ആരാണ് വെളിച്ചത്തിലേക്ക് വരുന്നത്? ഉത്തരം സത്യം പ്രവർത്തിക്കുന്നവൻ. ചോദ്യം 155. സത്യം പ്രവർത്തിക്കുന്നവൻ്റെ പ്രവൃത്തികൾ ഡാഷ് ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു. പൂരിപ്പിക്കുക. ഉത്തരം ദൈവ ഐക്യത്തിൽ. ചോദ്യം 156. യേശുവും നിക്കോദേമോസും സംസാരിച്ചതിന് ശേഷം യേശുവും ശിഷ്യന്മാരും എവിടേക്കാണ് പോയത്? ഉത്തരം യൂദയാദേശത്തേക്ക്. ചോദ്യം 157. യേശു എവിടെ വെച്ചാണ് സ്നാനം നൽകിയത്? ഉത്തരം യൂദയാദേശത്ത്. ചോദ്യം 158. യോഹന്നാൻ എവിടെയാണ് സ്നാനം നൽകിയിരുന്നത്? ഉത്തരം സാലിമിനടുത്തുള്ള ഏനോനിൽ. ചോദ്യം 159. ആർ തമ്മിലാണ് ശുദ്ധീകരണത്തെപ്പറ്റി തർക്കമുണ്ടായത്? ഉത്തരം അവൻ്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും. ചോദ്യം 160. അടുത്തുനിന്ന് മണവാളനെ ശ്രവിക്കുന്ന ഡാഷ് അവൻ്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു. ഉത്തരം സ്നേഹിതൻ. ചോദ്യം 161. എല്ലാവർക്കും ഉപരിയായിട്ടുള്ളവൻ ആരാണ്? ഉത്തരം ഉന്നതത്തിൽ നിന്നു വരുന്നവൻ. ചോദ്യം 162. ആരാണ് ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നത്? ഉത്തരം ദൈവം അയച്ചവൻ. ചോദ്യം 163. പുത്രനിൽ വിശ്വസിക്കുന്നവന് ഡാഷ് ലഭിക്കുന്നു. പൂരിപ്പിക്കുക. ഉത്തരം നിത്യജീവൻ. ചോദ്യം 164. പുത്രനെ അനുസരിക്കാത്തവൻ ദർശിക്കാത്തത് എന്ത്? ഉത്തരം ജീവൻ. ചോദ്യം 165. പുത്രനെ അനുസരിക്കാത്തവൻ്റെ മേൽ ഡാഷ് ഉണ്ട്. ഉത്തരം ദൈവകോപം. തുടർന്ന് വിശുദ്ധ യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്നുമുള്ള 18 ചോദ്യങ്ങൾ. ചോദ്യം 166. സമരിയായിൽ യേശു എത്തിച്ചേർന്ന പട്ടണമേത്? ഉത്തരം സിക്കാർ. ചോദ്യം 167. യേശു കിണറിൻ്റെ കരയിൽ ഇരുന്ന സമയം? ഉത്തരം ഏകദേശം 6-ാം മണിക്കൂർ. ചോദ്യം 168. യേശു സമരിയാക്കാരിയോട് സംസാരിച്ചത് എന്ത്? ഉത്തരം എനിക്ക് കുടിക്കാൻ തരുക. ചോദ്യം 169. ആരു തമ്മിലാണ് സമ്പർക്കമൊന്നുമില്ലാത്തത്? ഉത്തരം യഹൂദരും സമരിയാക്കാരും. ചോദ്യം 170. സമരിയാക്കാരി യേശുവിനെ അഭിസംബോധന ചെയ്തതെങ്ങനെ? ഉത്തരം പ്രഭോ. ചോദ്യം 171. നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ഡാഷ് തരുകയും ചെയ്യുമായിരുന്നു. പൂരിപ്പിക്കുക. ഉത്തരം ജീവജലം. ചോദ്യം 172. സമരിയാക്കാരി സ്ത്രീ യേശു ആരാണെന്നാണ് പറഞ്ഞത്? ഉത്തരം പ്രവാചകൻ. ചോദ്യം 173. യഥാർത്ഥമായ ആരാധനാസ്ഥലം എവിടെയാണ്? ഉത്തരം ജെറുസലേമിൽ. ചോദ്യം 174. രക്ഷ ആരിൽ നിന്നാണ്? ഉത്തരം യഹൂദരിൽ. ചോദ്യം 175. ഡാഷ് ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. പൂരിപ്പിക്കുക.
ഉത്തരം യഥാർത്ഥ ആരാധകർ. ചോദ്യം 176. ദൈവത്തെ ആരാധിക്കുന്നവർ എങ്ങനെയാണ് ആരാധിക്കുന്നത്? ഉത്തരം ആത്മാവിലും സത്യത്തിലും. ചോദ്യം 177. സമരിയാക്കാരി സ്ത്രീ കുടം അവിടെ വെച്ചിട്ട് എവിടേക്കാണ് പോയത്? ഉത്തരം പട്ടണത്തിലേക്ക്. ചോദ്യം 178. യേശു സമരിയാക്കാരോടൊപ്പം എത്ര ദിവസം താമസിച്ചു? ഉത്തരം 2 ദിവസം. ചോദ്യം 179. സമരിയായിൽ നിന്ന് യേശു എവിടേക്കാണ് പോയത്? ഉത്തരം ഗലീലി. ചോദ്യം 180. ആസന്നമരണനായ മകനെ സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം കഫർനാമിലെ ഒരു രാജസേവകൻ. ചോദ്യം 181. പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ആരാണ് എതിരെ വന്നത്? ഉത്തരം ഭൃത്യന്മാർ. ചോദ്യം 182. രാജസേവകൻ്റെ മകൻ സുഖം പ്രാപിച്ചത് എപ്പോൾ? ഉത്തരം 7-ാം മണിക്കൂറിൽ. ചോദ്യം 183. യൂദയായിൽ നിന്ന് ഗലീലിയിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളം ഏത്? ഉത്തരം രാജസേവകൻ്റെ പുത്രനെ സുഖപ്പെടുത്തുന്നു. തുടർന്ന് വിശുദ്ധ യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്നുമുള്ള 13 ചോദ്യങ്ങൾ. ചോദ്യം 184. ബെത്സദാ കുളം എവിടെയാണ് സ്ഥിതി ചെയ്തിരുന്നത്? ഉത്തരം ജെറുസലേമിൽ അജകവാടത്തിനടുത്ത്. ചോദ്യം 185. ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, യേശു എവിടെ വെച്ചാണ് ഇത് പറഞ്ഞത്? ഉത്തരം ദേവാലയത്തിൽ വെച്ച്. ചോദ്യം 186. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യരുതെന്നാണ് യേശു പറയുന്നത്? ഉത്തരം മേലിൽ പാപം ചെയ്യരുത്. ചോദ്യം 187. വിധി മുഴുവൻ ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? ഉത്തരം പുത്രനെ. ചോദ്യം 188. പിതാവിന് തന്നിൽ തന്നെ ജീവൻ ഉള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ അവിടുന്ന് നൽകിയിരിക്കുന്നത് എന്ത്? ഉത്തരം വരം. ചോദ്യം 189. മനുഷ്യപുത്രനായതുകൊണ്ട് എന്തിനുള്ള അധികാരമാണ് നൽകിയിരിക്കുന്നത്? ഉത്തരം വിധിക്കാൻ. ചോദ്യം 190. ഡാഷിൽ ഉള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, പൂരിപ്പിക്കുക. ഉത്തരം കല്ലറകളിൽ. ചോദ്യം 191. സത്യത്തിന് സാക്ഷ്യം നൽകിയവർ ആര്? ഉത്തരം യോഹന്നാൻ. ചോദ്യം 192. കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവൻ, ആര്? ഉത്തരം യോഹന്നാൻ. ചോദ്യം 193. ആരാണ് യേശുവിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം പിതാവ് തന്നെ. ചോദ്യം 194. ഡാഷ് നിങ്ങൾ പഠിക്കുന്നു, എന്തെന്നാൽ അവയിൽ ഡാഷ് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു, പൂരിപ്പിക്കുക. ഉത്തരം വിശുദ്ധ ലിഖിതങ്ങൾ, നിത്യജീവൻ. ചോദ്യം 195. യേശുവിനെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നത് എന്ത്? ഉത്തരം വിശുദ്ധ ലിഖിതങ്ങൾ. ചോദ്യം 196. മനുഷ്യരിൽ നിന്ന് ഞാൻ ഡാഷ് സ്വീകരിക്കുന്നില്ല, പൂരിപ്പിക്കുക. ഉത്തരം മഹത്വം. തുടർന്ന് വിശുദ്ധ യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്നുമുള്ള 25 ചോദ്യങ്ങൾ. ചോദ്യം 197. ഗലീലി കടലിൻ്റെ മറ്റൊരു പേര്? ഉത്തരം തിബേരിയാസ്. ചോദ്യം 198. യേശു ഗലീലി കടലിൻ്റെ മറുകരയിലേക്ക് പോയപ്പോൾ ആരാണ് അനുഗമിച്ചത്? ഉത്തരം വലിയ ഒരു ജനക്കൂട്ടം. ചോദ്യം 199. യേശു ഗലീലി കടലിൻ്റെ മറുകരയിലേക്ക് പോയപ്പോൾ അവിടെ ഏത് തിരുനാളാണ് അടുത്തിരുന്നത്? ഉത്തരം യഹൂദരുടെ പെസഹ തിരുനാൾ. ചോദ്യം 200. ഇവർക്ക് ഭക്ഷിക്കാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? ആര് ആരോട് ചോദിച്ചു? ഉത്തരം യേശു ഫിലിപ്പോസിനോട്. ചോദ്യം 201.
ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കാൻ എത്ര ദെനാറയ്ക്കുള്ള അപ്പം പോലും തികയില്ല എന്നാണ് പറയുന്നത്. ഉത്തരം 200. ചോദ്യം 202. എത്ര പുരുഷന്മാരാണ് ഭക്ഷണത്തിനിരുന്നത്? ഉത്തരം 5000-ഓളം. ചോദ്യം 203. 5 ബാർലിയപ്പത്തിൽ നിന്ന് ജനങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം മിച്ചം വന്ന കഷണങ്ങൾ എത്ര കുട്ട ശേഖരിച്ചു? ഉത്തരം 12. ചോദ്യം 204. ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്. ആരാണ് പറഞ്ഞത്? ഉത്തരം ജനങ്ങൾ. ചോദ്യം 205. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ എവിടേക്കാണ് പോയത്? ഉത്തരം കടൽക്കരയിലേക്ക്. ചോദ്യം 206. ശിഷ്യന്മാർ വള്ളത്തിൽ കയറി എവിടേക്കാണ് പുറപ്പെട്ടത്? ഉത്തരം കഫർനാമിലേക്ക്. ചോദ്യം 207. 25-30 സ്ഥാദിയോൻ എത്ര കിലോമീറ്റർ ആണ്? ഉത്തരം 5-6 കിലോമീറ്റർ. ഫുട് നോട്ടിൽ തന്നിരിക്കുന്നത്. ചോദ്യം 208. ജനക്കൂട്ടം വള്ളങ്ങളിൽ കയറി യേശുവിനെ തിരക്കി എവിടെയാണ് എത്തിയത്? ഉത്തരം കഫർനാം. ചോദ്യം 209. പിതാവായ ദൈവം യേശുവിൻ്റെ മേൽ വച്ചിരിക്കുന്നത് എന്ത്? ഉത്തരം അംഗീകാരമുദ്ര. ചോദ്യം 210. ഡാഷ് അല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത്? പൂരിപ്പിക്കുക. ഉത്തരം മോശ. ചോദ്യം 211. ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് ഡാഷ് നൽകുന്നതത്രേ? പൂരിപ്പിക്കുക. ഉത്തരം ജീവൻ. ചോദ്യം 212. പിതാവ് എനിക്ക് ഡാഷ് എൻ്റെ അടുത്തു വരും? പൂരിപ്പിക്കുക. ഉത്തരം നൽകുന്നവരെല്ലാം. ചോദ്യം 213. അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെപ്പോലും നഷ്ടപ്പെടുത്താതെ എന്നാണ് ഉയിർപ്പിക്കേണ്ടത്? ഉത്തരം അന്ത്യദിനത്തിൽ. ചോദ്യം 214. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ആരോ അവൻ ഡാഷ് ഉണ്ടാകണമെന്നാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം? പൂരിപ്പിക്കുക. ഉത്തരം നിത്യജീവൻ. ചോദ്യം 215. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ് എന്ന് പറഞ്ഞതിനാൽ യേശുവിനെതിരെ പിറുപിറുത്തത് ആര്? ഉത്തരം യഹൂദർ. ചോദ്യം 216. വിശ്വസിക്കുന്നവൻ ഡാഷ് ഉണ്ട്? പൂരിപ്പിക്കുക. ഉത്തരം നിത്യജീവൻ. ചോദ്യം 217. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണെന്ന് ഈശോ പറഞ്ഞപ്പോൾ ആരുടെ ഇടയിലാണ് തർക്കമുണ്ടായത്? ഉത്തരം യഹൂദർക്കിടയിൽ. ചോദ്യം 218. നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡാഷ് ഉണ്ടായിരിക്കുകയില്ല? പൂരിപ്പിക്കുക. ഉത്തരം ജീവൻ. ചോദ്യം 219. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പത്തെക്കുറിച്ച് ഈശോ എവിടെ വെച്ചാണ് പറഞ്ഞത്? ഉത്തരം കഫർനാമിലെ സിനഗോഗിൽ. ചോദ്യം 220. ആരാണ് ജീവൻ നൽകുന്നത്? ഉത്തരം ആത്മാവ്. ചോദ്യം 221. നീയാണ് ഡാഷ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു? പൂരിപ്പിക്കുക. ഉത്തരം ദൈവത്തിൻ്റെ പരിശുദ്ധൻ. തുടർന്ന് വിശുദ്ധ യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്നുമുള്ള 17 ചോദ്യങ്ങൾ. ചോദ്യം 222. യേശു എവിടെയാണ് ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നത്? ഉത്തരം ഗലീലിയിൽ. ചോദ്യം 223. യഹൂദർ യേശുവിനെ വധിക്കാൻ അവസരം പാർത്തിരുന്നതിനാൽ എവിടെ സഞ്ചരിക്കാനാണ് ഈശോ ഇഷ്ടപ്പെടാതിരുന്നത്? ഉത്തരം യൂദയായിൽ. ചോദ്യം 224. എൻ്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല എന്നു പറഞ്ഞ് യേശു എവിടെയാണ് താമസിച്ചത്? ഉത്തരം ഗലീലിയിൽ. ചോദ്യം 225. അവൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ആരാണ് യേശുവിനെ തിരഞ്ഞത്? ഉത്തരം
യഹൂദർ. ചോദ്യം 226. ആളുകൾ യേശുവിനെപ്പറ്റി പരസ്യമായി സംസാരിക്കാതിരുന്നത് എന്തുകൊണ്ട്? ഉത്തരം: യഹൂദരെ ഭയന്ന്. ചോദ്യം 227. ആരാണ് തന്നെ അയച്ചവൻ്റെ മഹത്വം അന്വേഷിക്കുന്നത്? ഉത്തരം: സത്യവാൻ. ചോദ്യം 228. ഇവനെയല്ലേ അവർ കൊല്ലാൻ അന്വേഷിക്കുന്നത്? ആരാണ് ഇത് ചോദിച്ചത്? ഉത്തരം: ജെറൂസലേം നിവാസികളിൽ ചിലർ. ചോദ്യം 229. ഇവൻ തന്നെയാണ് ക്രിസ്തുവെന്ന് ഒരുപക്ഷെ ഡാഷ് യഥാർത്ഥത്തിൽ അറിഞ്ഞിരിക്കുമോ? പൂരിപ്പിക്കുക. ഉത്തരം: അധികാരികൾ. ചോദ്യം 230. ജനക്കൂട്ടം യേശുവിനെക്കുറിച്ച് പിറുപിറുക്കുന്നത് കേട്ടത് ആര്? ഉത്തരം: ഫരിസേയർ. ചോദ്യം 231. യേശുവിനെ ബന്ധിക്കാൻ സേവകരെ അയച്ചത് ആര്? ഉത്തരം: പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും. ചോദ്യം 232. അല്പസമയം കൂടി ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, അതിനുശേഷം യേശു എവിടേക്കാണ് പോകുന്നത്? ഉത്തരം: അയച്ചവൻ്റെ അടുത്തേക്ക്. ചോദ്യം 233. യേശു മഹത്വീകരിക്കപ്പെടുമ്പോൾ നൽകപ്പെടുന്നത് എന്ത്? ഉത്തരം: ആത്മാവ്. ചോദ്യം 234. യേശുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഇവൻ ആരാണെന്നാണ് ചിലർ പറഞ്ഞത്? ഉത്തരം: പ്രവാചകൻ. ചോദ്യം 235. യേശു എവിടെ നിന്ന് വരുമെന്നാണ് വിശുദ്ധ ലിഖിതം പറയുന്നത്? ഉത്തരം: ബത്ലഹേമിൽ നിന്ന്. ചോദ്യം 236. അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല, ആരാണ് ഇത് പറഞ്ഞത്? ഉത്തരം: സേവകന്മാർ. ചോദ്യം 237. നിങ്ങളും വഞ്ചിതരായോ? ഇത് ആരുടെ ചോദ്യമാണ്? ഉത്തരം: ഫരിസേയർ. ചോദ്യം 238. ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ? ആരാണ് ഇങ്ങനെ ചോദിക്കുന്നത്? ഉത്തരം: നിക്കോദേമോസ്. തുടർന്ന് വിശുദ്ധ യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്നുമുള്ള 14 ചോദ്യങ്ങൾ. ചോദ്യം 239. എവിടെ നിന്നാണ് അതിരാവിലെ യേശു വീണ്ടും ദേവാലയത്തിലേക്ക് വന്നത്? ഉത്തരം: ഒലിവുമലയിൽ നിന്ന്. ചോദ്യം 240. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത് ആരാണ്? ഉത്തരം: നിയമജ്ഞരും ഫരിസേയരും. ചോദ്യം 241. യോഹന്നാൻ 8:11 സമാനമായ വാക്യം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വേറെ എവിടെയാണ് കാണുന്നത്? ഉത്തരം: യോഹന്നാൻ 5:14. ചോദ്യം 242. നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു, നിൻ്റെ സാക്ഷ്യം സത്യമല്ല, ആരുടെ വാക്കുകളാണിത്? ഉത്തരം: ഫരിസേയർ. ചോദ്യം 243. 2 പേരുടെ സാക്ഷ്യം സത്യമാണെന്ന് എവിടെയാണ് എഴുതിയിരിക്കുന്നത്? ഉത്തരം: നിയമത്തിൽ. ചോദ്യം 244. യേശു ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരും അവനെ പിടിച്ചില്ല, കാരണമെന്ത്? ഉത്തരം: അവൻ്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലായിരുന്നു. ചോദ്യം 245. ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ നിങ്ങളുടെ ഡാഷ് നിങ്ങൾ മരിക്കും. പൂരിപ്പിക്കുക. ഉത്തരം: പാപത്തിൽ. ചോദ്യം 246. ഡാഷിനെക്കുറിച്ചാണ് യേശു തങ്ങളോട് സംസാരിച്ചതെന്ന് അവർ മനസ്സിലാക്കിയില്ല. പൂരിപ്പിക്കുക. ഉത്തരം: പിതാവിനെ. ചോദ്യം 247. എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. യേശു ആരോടാണ് ഇത് പറഞ്ഞത്? ഉത്തരം: തന്നിൽ വിശ്വസിച്ച യഹൂദരോട്. ചോദ്യം 248. യേശുവിൽ വിശ്വസിച്ച യഹൂദർ ആരുടെ സന്തതികളാണെന്നാണ് അവകാശപ്പെടുന്നത്? ഉത്തരം: അബ്രാഹം. ചോദ്യം 249. ആരാണ് ആദ്യം മുതൽ കൊലപാതകി? ഉത്തരം: പിശാച്.
ചോദ്യം 250. ആരാണ് ദൈവത്തിൻ്റെ വാക്ക് ശ്രവിക്കുന്നവൻ? ഉത്തരം ദൈവത്തിൽ നിന്നുള്ളവൻ. ചോദ്യം 251. ആരാണ് യേശുവിനെ മഹത്വപ്പെടുത്തുന്നത്? ഉത്തരം പിതാവ്. ചോദ്യം 252. എൻ്റെ ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ ആരാണ് ആനന്ദിച്ചത്? ഉത്തരം പിതാവായ അബ്രാഹം. തുടർന്ന് വിശുദ്ധ യോഹന്നാൻ 9-ാം അധ്യായത്തിൽ നിന്നുമുള്ള 12 ചോദ്യങ്ങൾ. ചോദ്യം 253. റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇത് ആരുടെ ചോദ്യമാണ്? ഉത്തരം ശിഷ്യന്മാരുടെ. ചോദ്യം 254. പകലായിരിക്കുവോളം ചെയ്യേണ്ടത് എന്ത്? ഉത്തരം എന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ. ചോദ്യം 255. എന്തു പറഞ്ഞിട്ടാണ് യേശു നിലത്ത് തുപ്പിയത്? ഉത്തരം ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ചോദ്യം 256. സീലോഹ എന്ന വാക്കിൻ്റെ അർത്ഥം? ഉത്തരം അയക്കപ്പെട്ടവൻ. ചോദ്യം 257. മുൻപ് അന്ധനായിരുന്നവനെ ആരുടെ അടുത്താണ് കൊണ്ടുവന്നത്? ഉത്തരം ഫരിസേയരുടെ. ചോദ്യം 258. ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല, എന്തെന്നാൽ അവൻ സാബത്ത് ആചരിക്കുന്നില്ല. ആരാണ് ഇത് പറഞ്ഞത്? ഉത്തരം ഫരിസേയരിൽ ചിലർ. ചോദ്യം 259. പാപിയായ ഒരു മനുഷ്യന് എങ്ങനെ ഇത്തരം ഡാഷ് പ്രവർത്തിക്കാൻ കഴിയും? പൂരിപ്പിക്കുക. ഉത്തരം അടയാളങ്ങൾ. ചോദ്യം 260. അവൻ അന്ധനായിരുന്നുവെന്നും കാഴ്ച പ്രാപിച്ചെന്നും കാഴ്ച ലഭിച്ചവൻ്റെ മാതാപിതാക്കളെ വിളിച്ച് ചോദിക്കുവോളം വിശ്വസിക്കാതിരുന്നവർ ആര്? ഉത്തരം യഹൂദർ. ചോദ്യം 261. നിങ്ങളും അവൻ്റെ ശിഷ്യരാകാൻ ആഗ്രഹിക്കുന്നുവോ? ആരാണ് ചോദിച്ചത്? ഉത്തരം അന്ധൻ. ചോദ്യം 262. ദൈവം ആരുടെ പ്രാർത്ഥന കേൾക്കുകയില്ല എന്നാണ് പറയുന്നത്? ഉത്തരം പാപികളുടെ. ചോദ്യം 263. യേശു സുഖപ്പെടുത്തിയ അന്ധനെ കണ്ടപ്പോൾ എന്താണ് ചോദിച്ചത്? ഉത്തരം മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ? ചോദ്യം 264. യേശു ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനാണ്? ഉത്തരം ന്യായവിധിക്ക്. തുടർന്ന് വിശുദ്ധ യോഹന്നാൻ 10-ാം അധ്യായത്തിൽ നിന്നുമുള്ള 10 ചോദ്യങ്ങൾ. ചോദ്യം 265. ഏത് ഉപമ പറഞ്ഞപ്പോഴാണ് തങ്ങളോട് പറഞ്ഞത് എന്തെന്ന് ഫരിസേയർ മനസ്സിലാക്കാതിരുന്നത്? ഉത്തരം ആട്ടിൻകൂട്ടത്തിൻ്റെ ഉപമ. ചോദ്യം 266. ആരാണ് ആടുകളുടെ വാതിൽ? ഉത്തരം യേശു. ചോദ്യം 267. യേശുവിൻ്റെ വാക്കുകൾ മൂലം ആരുടെ ഇടയിലാണ് ഭിന്നതയുണ്ടായത്? ഉത്തരം യഹൂദരുടെ. ചോദ്യം 268. ഏതാണ് ശീതകാലത്തെ തിരുനാൾ? ഉത്തരം പ്രതിഷ്ഠയുടെ തിരുനാൾ. ചോദ്യം 269. യേശു തൻ്റെ ആടുകൾക്ക് നൽകുന്നത് എന്ത്? ഉത്തരം നിത്യജീവൻ. ചോദ്യം 270. ഏതെങ്കിലും നല്ല പ്രവൃത്തികൾ മൂലമല്ല, ഡാഷ് മൂലമാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്? പൂരിപ്പിക്കുക. ഉത്തരം ദൈവദൂഷണം. ചോദ്യം 271. ദൈവവചനം ആരുടെ അടുത്ത് വന്നുവോ അവരെ ഡാഷ് എന്ന് വിളിച്ചു? പൂരിപ്പിക്കുക. അവരെ. ഉത്തരം ദൈവങ്ങൾ. ചോദ്യം 272. യോഹന്നാൻ ആദ്യം സ്നാനം നൽകിയിരുന്ന സ്ഥലം ഏത്? ഉത്തരം ജോർദാൻ്റെ മറുകര. ചോദ്യം 273. ആരാണ് ഒരടയാളവും പ്രവർത്തിക്കാതിരുന്നത്? ഉത്തരം യോഹന്നാൻ. ചോദ്യം 274. ഈ മനുഷ്യനെപ്പറ്റി ഡാഷ് പറഞ്ഞിരുന്നതെല്ലാം സത്യമാണ്? പൂരിപ്പിക്കുക. ഉത്തരം യോഹന്നാൻ. തുടർന്ന്
വിശുദ്ധ യോഹന്നാൻ 11 അധ്യായത്തിൽ നിന്നുമുള്ള 22 ചോദ്യങ്ങൾ. ചോദ്യം 275. ലാസർ എവിടെ നിന്നുള്ളവനായിരുന്നു? ഉത്തരം ബഥാനിയ. ചോദ്യം 276. ലാസറിൻ്റെ മരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം ഏത്? ഉത്തരം 11. ചോദ്യം 277. സുഗന്ധതൈലം കൊണ്ട് കർത്താവിനെ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തത് ആര്? ഉത്തരം മറിയം. ചോദ്യം 278. ലാസർ രോഗിയായിരിക്കുന്നു എന്ന് പറയാൻ ആരാണ് യേശുവിൻ്റെ അടുത്തേക്ക് അയച്ചത്? ഉത്തരം സഹോദരിമാർ. ചോദ്യം 279. ലാസർ രോഗിയായി എന്ന് കേട്ടിട്ടും യേശു താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് എത്ര ദിവസം കൂടി താമസിച്ചു? ഉത്തരം 2. ചോദ്യം 280. നമുക്ക് വീണ്ടും യൂദയായിലേക്ക് പോകാം, ആര് ആരോട് പറഞ്ഞു? ഉത്തരം യേശു ശിഷ്യന്മാരോട്. ചോദ്യം 281. ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് എത്ര ദിവസമായെന്നാണ് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞത്? ഉത്തരം 4 ദിവസം. ചോദ്യം 282. 15 സ്താദിയോൻ എന്നാൽ എത്ര കിലോമീറ്ററാണ്? ഉത്തരം ഏകദേശം 3 കിലോമീറ്റർ. ചോദ്യം 283. ആരാണ് മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നത്? ഉത്തരം അനേകം യഹൂദർ. ചോദ്യം 284. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ആരാണ് അവനെ സ്വീകരിക്കാൻ ചെന്നത്? ഉത്തരം മർത്ത. ചോദ്യം 285. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ആരാണ് വീട്ടിൽ തന്നെ ഇരുന്നത്? ഉത്തരം മറിയം. ചോദ്യം 286. നീ ചോദിക്കുന്നതെന്തും ദൈവം നിനക്ക് തരും, ആരാണ് പറഞ്ഞത്? ഉത്തരം മർത്ത. ചോദ്യം 287. നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ആരാണെന്നാണ് മർത്ത പറഞ്ഞത്? ഉത്തരം ദൈവപുത്രനായ ക്രിസ്തു. ചോദ്യം 288. യേശു ആത്മാവിൽ നെടുവീർപ്പിട്ടുകൊണ്ട് അസ്വസ്ഥനായി ചോദിച്ചതെന്ത്? ഉത്തരം അവനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ്? ചോദ്യം 289. നോക്കൂ, അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു, ആരാണ് പറഞ്ഞത്? ഉത്തരം യഹൂദർ. ചോദ്യം 290. കർത്താവെ, ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും, ആരാണ് പറഞ്ഞത്? ഉത്തരം മരിച്ചയാളുടെ സഹോദരിയായ മർത്ത. ചോദ്യം 291. വിശ്വസിച്ചാൽ നീ ഡാഷ് ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, പൂരിപ്പിക്കുക. ഉത്തരം ദൈവമഹത്വം. ചോദ്യം 292. യേശു ഉച്ചസ്വരത്തിൽ പറഞ്ഞതെന്ത്? ഉത്തരം ലാസറേ, പുറത്തു വരിക. ചോദ്യം 293. മറിയത്തിൻ്റെ അടുക്കൽ വന്നിരുന്നവരിൽ ചിലർ യേശു പ്രവർത്തിച്ച കാര്യങ്ങൾ ആരോടാണ് പറഞ്ഞത്? ഉത്തരം ഫരിസേയരോട്. ചോദ്യം 294. വിശുദ്ധ സ്ഥലത്തെയും ജനത്തെയും ആര് വന്ന് നശിപ്പിക്കുമെന്നാണ് പറയുന്നത്? ഉത്തരം റോമാക്കാർ. ചോദ്യം 295. ജനത്തിനു വേണ്ടി യേശു മരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പ്രവചിച്ചത് ആര്? ഉത്തരം കയ്യാഫാസ്. ചോദ്യം 296. യേശു ആരുടെ ഇടയിലാണ് പരസ്യമായി സഞ്ചരിക്കാതിരുന്നത്? ഉത്തരം യഹൂദരുടെ. തുടർന്ന് വിശുദ്ധ യോഹന്നാൻ 12 അധ്യായത്തിൽ നിന്നുമുള്ള 18 ചോദ്യങ്ങൾ. ചോദ്യം 297. യേശു ബഥാനിയയിലേക്ക് വന്നത് എന്നാണ്? ഉത്തരം പെസഹായ്ക്ക് 6 ദിവസം മുമ്പ്. ചോദ്യം 298. എന്തുകൊണ്ട് ഈ തൈലം 300 ദനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല, ആരാണ് ചോദിച്ചത്? ഉത്തരം യൂദാസ് കറിയോത്ത. ചോദ്യം 299. ഒരു ദനാറ എത്ര?
ഉത്തരം ഒരു ദിവസത്തെ കൂലി 5.7 ഗ്രാം. ഇവിടെ 5.7 ഗ്രാം വെള്ളി എന്നായിരിക്കാം ഉദ്ദേശിക്കുന്നത്. ചോദ്യം 300. ആരുടെ കയ്യിലായിരുന്നു പണസഞ്ചി? ഉത്തരം യൂദാസ്കറിയാത്തായുടെ. ചോദ്യം 301. യേശു എവിടെയുണ്ടെന്നറിഞ്ഞാണ് ഒരു ഗണം യഹൂദർ വന്നത്? ഉത്തരം ബഥാനിയ. ചോദ്യം 302. ആരെക്കൂടി കൊല്ലാനാണ് പുരോഹിത പ്രമുഖന്മാർ ആലോചിച്ചത്? ഉത്തരം ലാസറിനെ. ചോദ്യം 303. യേശു ജെറൂസലേമിലേക്ക് വരുന്നു എന്ന് കേട്ട് ഈന്തപ്പനയുടെ ശാഖകൾ എടുത്തുകൊണ്ട് അവനെ എതിരേൽക്കാൻ പുറപ്പെട്ടത് ആര്? ഉത്തരം ഒരു വലിയ ജനക്കൂട്ടം. ചോദ്യം 304. ലാസറിനെ ഉയർപ്പിച്ച അടയാളം കേട്ടതുകൊണ്ട് ആരാണ് യേശുവിനെ സ്വീകരിക്കാൻ വന്നത്? ഉത്തരം ജനക്കൂട്ടം. ചോദ്യം 305. നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് കാണുന്നില്ലേ? ആരാണ് ചോദിച്ചത്? ഉത്തരം ഫരിസേയർ. ചോദ്യം 306. പീലിപ്പോസ് എവിടെ നിന്നുള്ളവനായിരുന്നു? ഉത്തരം ഗലീലിയിലെ ബത്സയിദ. ചോദ്യം 307. പ്രഭു, ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. ആര് ആരോട് പറഞ്ഞു? ഉത്തരം ഗ്രീക്കുകാർ പീലിപ്പോസിനോട്. ചോദ്യം 308. ഗ്രീക്കുകാർ ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് ആരാണ് ഈശോയെ വിവരമറിയിച്ചത്? ഉത്തരം അന്ത്രയോസും പീലിപ്പോസും കൂടി. ചോദ്യം 309. സ്വർഗത്തിൽ നിന്നുള്ള സ്വരം കേട്ടപ്പോൾ ആർ യേശുവിനോട് സംസാരിച്ചു എന്നാണ് ചിലർ പറഞ്ഞത്? ഉത്തരം ഒരു ദൂതൻ. ചോദ്യം 310. ക്രിസ്തു എന്നേക്കും നിലനിൽക്കുമെന്നാണല്ലോ നിയമത്തിൽ കേട്ടിട്ടുള്ളത്. ആരാണ് ചോദിച്ചത്? ഉത്തരം ജനക്കൂട്ടം. ചോദ്യം 311. അധികാരികളിൽ പലരും യേശുവിൽ വിശ്വസിച്ചിട്ടും ആരെ ഭയന്നാണ് അവരത് ഏറ്റുപറയാതിരുന്നത്? ഉത്തരം ഫരിസേയരെ. ചോദ്യം 312. യേശുവിനെ നിരസിക്കുകയും അവൻ്റെ വാക്കുകൾ തിരസ്കരിക്കുകയും ചെയ്യുന്നവന് ആരുണ്ടെന്നാണ് യേശു പറയുന്നത്? ഉത്തരം വിധികർത്താവ്. ചോദ്യം 313. അന്ത്യദിനത്തിൽ ആരാണ് വിധിക്കുന്നത്? ഉത്തരം യേശു പറഞ്ഞ വചനം. ചോദ്യം 314. ദൈവത്തിൻ്റെ കൽപ്പന എന്താണ്? ഉത്തരം നിത്യജീവൻ. തുടർന്ന് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ്. 1-ാം അധ്യായത്തിൽ നിന്നുമുള്ള 6 ചോദ്യങ്ങൾ. ചോദ്യം 315. ആരെല്ലാമാണ് ഗലാത്യക്കാർക്ക് ലേഖനം എഴുതുന്നത്? ഉത്തരം പൗലോസും എല്ലാ സഹോദരരും. ചോദ്യം 316. ഏത് കാര്യത്തിലാണ് പൗലോസ്ലീഹ മുൻപന്തിയിലായിരുന്നത്? ഉത്തരം യഹൂദ മതകാര്യങ്ങളിൽ. ചോദ്യം 317. പൗലോസ്ലീഹ ജെറൂസലേമിലേക്ക് പോകാതെ എവിടേക്കാണ് പോയത്? ഉത്തരം അറേബ്യയിലേക്ക്. ചോദ്യം 318. കേപ്പായോടുകൂടെ എത്ര ദിവസമാണ് പൗലോസ് താമസിച്ചത്? ഉത്തരം 15 ദിവസം. ചോദ്യം 319. ജെറൂസലേമിൽ നിന്ന് പൗലോസ്ലീഹ എവിടേക്കാണ് പോയത്? ഉത്തരം സിറിയ, കിലിക്യ. ചോദ്യം 320. പൗലോസ്ലീഹായെ പ്രതി ദൈവത്തെ മഹത്വപ്പെടുത്തിയത് ആര്? ഉത്തരം യൂദായിലുള്ള സഭകൾ. തുടർന്ന് ഗലാത്യ 2-ാം അധ്യായത്തിൽ നിന്നുമുള്ള 7 ചോദ്യങ്ങൾ. ചോദ്യം 321. പരിച്ഛേദിതർക്കുള്ള പ്രേക്ഷിതത്വം ആരിലൂടെയാണ് നിറവേറ്റപ്പെടുന്നത്? ഉത്തരം പത്രോസിലൂടെ. ചോദ്യം 322. പൗലോസ്ലീഹായുടെ തീവ്രമായ താൽപ്പര്യമെന്ത്? ഉത്തരം പാവങ്ങളെപ്പറ്റിയുള്ള ചിന്ത. ചോദ്യം 323. വിജാതീയരുടെ ഒപ്പമിരുന്ന് ഭക്ഷിച്ചതാര്? ഉത്തരം
കേപ്പ. ചോദ്യം 324. നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരുന്നവർ ആരെല്ലാം? ഉത്തരം യാക്കോബ്, കേപ്പ, യോഹന്നാൻ. ചോദ്യം 325. കേപ്പ എവിടെ വന്നപ്പോഴാണ് പൗലോസ്ലീഹ അവനിൽ കുറ്റം കണ്ടത്? ഉത്തരം അന്ത്യോക്യായിൽ. ചോദ്യം 326. എങ്ങനെയാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്നത്? ഉത്തരം യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ. ചോദ്യം 327. ഡാഷ് വഴി ഒരുവനും നീതീകരിക്കപ്പെടുകയില്ല, പൂരിപ്പിക്കുക. ഉത്തരം നിയമാനുഷ്ഠാനം. തുടർന്ന് ഗലാത്യ 3-ാം അധ്യായത്തിൽ നിന്നുമുള്ള 9 ചോദ്യങ്ങൾ. ചോദ്യം 328. ആരെയാണ് വിശ്വാസം വഴി നീതീകരിക്കുന്നത്? ഉത്തരം വിജാതീയരെ. ചോദ്യം 329. വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രാഹത്തോടൊത്ത് ഡാഷ് പ്രാപിക്കുന്നു, പൂരിപ്പിക്കുക. ഉത്തരം അനുഗ്രഹം. ചോദ്യം 330. ആരാണ് വിശ്വാസം വഴി ജീവിക്കുന്നത്? ഉത്തരം നീതിമാൻ. ചോദ്യം 331. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തു വഴി ആരിലേക്കാണ് വ്യാപിക്കേണ്ടത്? ഉത്തരം വിജാതീയരിലേക്ക്. ചോദ്യം 332. ഡാഷ് നിയമത്തിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ അത് ഒരിക്കലും വാഗ്ദാനത്തിൽ നിന്നായിരിക്കില്ല, പൂരിപ്പിക്കുക. ഉത്തരം പാരമ്പര്യാവകാശം. ചോദ്യം 333. എല്ലാവരും പാപത്തിന് അധീനരാണെന്ന് പ്രഖ്യാപിച്ചത്? ഉത്തരം വിശുദ്ധ ഗ്രന്ഥം. ചോദ്യം 334. ഡാഷ് ആവിർഭവിക്കുന്നതിന് മുൻപ് നമ്മൾ നിയമത്തിൻ്റെ കാവലിലായിരുന്നു, പൂരിപ്പിക്കുക. ഉത്തരം വിശ്വാസം. ചോദ്യം 335. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ഗലാത്യക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്ത്? ഉത്തരം സ്നാനം. ചോദ്യം 336. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ ആരുടെ സന്തതികളാണ്? ഉത്തരം അബ്രാഹത്തിൻ്റെ. തുടർന്ന് ഗലാത്യ 4-ാം അധ്യായത്തിൽ നിന്നുമുള്ള 5 ചോദ്യങ്ങൾ. ചോദ്യം 337. കാലസമ്പൂർണതയിൽ ദൈവം ആരെയാണ് അയച്ചത്? ഉത്തരം തൻ്റെ പുത്രനെ. ചോദ്യം 338. പുത്രനെങ്കിൽ ഡാഷ് അനുസരിച്ച് അവകാശിയുമാണ്, പൂരിപ്പിക്കുക. ഉത്തരം ദൈവഹിതം. ചോദ്യം 339. ആരാണ് വാഗ്ദാനപ്രകാരം ജനിച്ചത്? ഉത്തരം സ്വതന്ത്രയുടെ പുത്രൻ. ചോദ്യം 340. ആരാണ് സ്വതന്ത്ര? ഉത്തരം സ്വർഗീയ ജെറൂസലേം. ചോദ്യം 341. നമ്മൾ ആരെപ്പോലെ വാഗ്ദാനത്തിൻ്റെ മക്കളാണ്? ഉത്തരം ഇസഹാക്ക്. തുടർന്ന് ഗലാത്യ 5-ാം അധ്യായത്തിൽ നിന്നുമുള്ള 7 ചോദ്യങ്ങൾ. ചോദ്യം 342. ഡാഷ് നുഖത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്, പൂരിപ്പിക്കുക. ഉത്തരം അടിമത്തത്തിൻ്റെ. ചോദ്യം 343. എന്തിലൂടെ നീതി ലഭിക്കുമെന്ന പ്രത്യാശയോടെയാണ് കാത്തിരിക്കുന്നത്? ഉത്തരം പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസം വഴി. ചോദ്യം 344. സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ ഡാഷ് ആണ് സുപ്രധാനം, പൂരിപ്പിക്കുക. ഉത്തരം വിശ്വാസം. ചോദ്യം 345. ആത്മാവിന് എതിരായിട്ടുള്ളത് എന്ത്? ഉത്തരം ജഡമോഹങ്ങൾ. ചോദ്യം 346. ജഡത്തിന് എതിരായിട്ടുള്ളത് എന്ത്? ഉത്തരം ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ. ചോദ്യം 347. ഇവയ്ക്കെതിരെ ഒരു നിയമവുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം ആത്മാവിൻ്റെ ഫലങ്ങൾ. ചോദ്യം 348. തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചവർ ആര്? ഉത്തരം യേശുക്രിസ്തുവിനുള്ളവർ. തുടർന്ന് ഗലാത്യ 6-ാം അധ്യായത്തിൽ നിന്നുമുള്ള 4 ചോദ്യങ്ങൾ. ചോദ്യം 349. സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് കൊയ്തെടുക്കുന്നത് എന്ത്? ഉത്തരം നാശം. ചോദ്യം 350. ആത്മാവിനായി വിതയ്ക്കുന്നവൻ കൊയ്തെടുക്കുന്നത് എന്ത്? ഉത്തരം
നിത്യജീവൻ. ചോദ്യം 351. നമുക്ക് മടുപ്പ് തോന്നാതിരിക്കേണ്ടത് എന്തിൽ? ഉത്തരം നന്മ ചെയ്യുന്നതിൽ. ചോദ്യം 352. പൗലോസ്ലീഹ ശരീരത്തിൽ എന്താണ് ധരിക്കുന്നത്? ഉത്തരം യേശുവിൻ്റെ അടയാളങ്ങൾ. തുടർന്ന് 1 സാമുവേൽ അധ്യായം 1 നിന്നുമുള്ള 7 ചോദ്യങ്ങളാണ്. ചോദ്യം 353. എൽക്കാന ഏത് വംശത്തിൽപ്പെട്ടവനായിരുന്നു? ഉത്തരം സൂഫ് വംശജൻ. ചോദ്യം 354. എൽക്കാന എവിടെ നിന്നുള്ളവനായിരുന്നു? ഉത്തരം എഫ്രായിം മലനാട്ടിലെ റാമാതൈമിൽ. ചോദ്യം 355. ആരായിരുന്നു ഷീലോയിലെ പുരോഹിതന്മാർ? ഉത്തരം ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസും. ചോദ്യം 356. എൽക്കാന കൂടുതൽ സ്നേഹിച്ചിരുന്ന ഹന്നായ്ക്ക് എത്രയാണ് ഓഹരി കൊടുത്തിരുന്നത്? ഉത്തരം 1 അംശം മാത്രം. ചോദ്യം 357. ദൈവാലയത്തിൻ്റെ വാതിൽപ്പടിക്ക് സമീപം ആരാണ് ഇരുന്നിരുന്നത്? ഉത്തരം പുരോഹിതനായ ഏലി. ചോദ്യം 358. ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ ആരാണ് അവളെ ശ്രദ്ധിച്ചിരുന്നത്? ഉത്തരം ഏലി. ചോദ്യം 359. കാളക്കുട്ടിയെ ബലിയർപ്പിച്ചതിന് ശേഷം ശിശുവിനെ ആരുടെ അടുക്കലേക്കാണ് കൊണ്ടുവന്നത്? ഉത്തരം ഏലിയുടെ. തുടർന്ന് 1 സാമുവേൽ 2-ാം അധ്യായത്തിൽ നിന്നുമുള്ള 9 ചോദ്യങ്ങൾ. ചോദ്യം 360. നിന്റെ നാവിൽ നിന്ന് പുറപ്പെടാതിരിക്കേണ്ടത് എന്ത്? ഉത്തരം ഗർവ്. ചോദ്യം 361. ആരുടെ വില്ലുകളാണ് തകരുന്നത്? ഉത്തരം വീരന്മാരുടെ. ചോദ്യം 362. ആഹാരത്തിനു വേണ്ടി കൂലിപ്പണി ചെയ്യുന്നവർ ആര്? ഉത്തരം സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ. ചോദ്യം 363. കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കുന്നത് ആരെ? ഉത്തരം അഗതിയെ. ചോദ്യം 364. അഗതിയെ എന്തിനാണ് അവകാശികളാക്കുന്നത്? ഉത്തരം ഉന്നത സ്ഥാനങ്ങൾക്ക്. ചോദ്യം 365. ആരുടെ പാദങ്ങളെയാണ് അവിടുന്ന് കാക്കുന്നത്? ഉത്തരം വിശ്വസ്തരുടെ. ചോദ്യം 366. ആർക്കെതിരെയാണ് ആകാശത്തിൽ ഇടിമുഴങ്ങുന്നത്? ഉത്തരം പ്രതിയോഗികൾക്ക്. ചോദ്യം 367. മാംസം പാകം ചെയ്യുമ്പോൾ മുപ്പല്ലുകൊണ്ട് കുത്തിയെടുക്കുന്നത് ആരാണ്? ഉത്തരം പുരോഹിതൻ്റെ ഭൃത്യൻ. ചോദ്യം 368. സാമുവേൽ ധരിച്ചിരുന്നത് എന്ത്? ഉത്തരം ചണനൂൽ കൊണ്ടുള്ള ഒരു വിശേഷ വസ്ത്രം. തുടർന്ന് 1 സാമുവേൽ 3-ാം അധ്യായത്തിൽ നിന്നുമുള്ള 6 ചോദ്യങ്ങൾ. ചോദ്യം 369. കർത്താവ് സാമുവേലിനെ ആദ്യം എത്ര തവണ വിളിച്ചു? ഉത്തരം 2. ചോദ്യം 370. സാമുവേലിനെ 3-ാമത് വിളിച്ചപ്പോൾ അത് കർത്താവാണെന്ന് ആർക്കാണ് മനസ്സിലായത്? ഉത്തരം ഏലിക്ക്. ചോദ്യം 371. എത്ര പ്രാവശ്യം കർത്താവ് സാമുവേലിനെ വിളിച്ചു? ഉത്തരം 4 പ്രാവശ്യം. ചോദ്യം 372. മക്കൾ ഡാഷ് പറയുന്ന കാര്യം അറിഞ്ഞിട്ടും അവരെ തടയാഞ്ഞതുമൂലം ഏലിയുടെ കുടുംബത്തിന്മേൽ ശിക്ഷാവിധി നടത്തും. പൂരിപ്പിക്കുക. ഉത്തരം ദൈവദൂഷണം. ചോദ്യം 373. അവൻ്റെ വാക്കുകളിലൊന്നും വ്യർത്ഥമാക്കാൻ അവിടുന്ന് ഇടവരുത്തിയില്ല. ആരുടെ? ഉത്തരം സാമുവേൽ. ചോദ്യം 374. കർത്താവ് സാമുവേലിന് ദർശനം നൽകിയത് എവിടെ? ഉത്തരം ഷീലോയിൽ. തുടർന്ന് 1 സാമുവേൽ 4-ാം അധ്യായത്തിൽ നിന്നുമുള്ള 10 ചോദ്യങ്ങൾ. ചോദ്യം 375. സാമുവേലിൻ്റെ വാക്ക് ആരാണ് ആദരിച്ചത്? ഉത്തരം ഇസ്രായേൽ മുഴുവൻ. ചോദ്യം 376. ഇസ്രായേൽ എവിടെയാണ് പാളയമടിച്ചത്? ഉത്തരം എബനേസറിൽ. ചോദ്യം 377. ഫിലിസ്തീർ എവിടെയാണ് പാളയമടിച്ചത്? ഉത്തരം അഫക്കിൽ.
ചോദ്യം 378. എവിടെ നിന്ന് കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവരണമെന്നാണ് പറയുന്നത്? ഉത്തരം ഷീലോയിൽ നിന്ന്. ചോദ്യം 379. ഡാഷിലേക്ക് ആളയച്ച് ഡാഷ് മേൽ എഴുന്നള്ളിയിരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവന്നു, പൂരിപ്പിക്കുക. ഉത്തരം ഷീലോ, കെരൂബുകളുടെ. ചോദ്യം 380. ആരുടെ കൂടാരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഉഗ്ര അട്ടഹാസത്തിൻ്റെ സൂചന എന്തെന്നാണ് ഫിലിസ്തീർ തിരക്കിയത്? ഉത്തരം ഹെബ്രായരുടെ. ചോദ്യം 381. പാളയത്തിൽ ആര് എത്തിയിട്ടുണ്ടെന്നാണ് ഭയചകിതരായ ഫിലിസ്തീർ പറഞ്ഞത്? ഉത്തരം ദേവന്മാർ. ചോദ്യം 382. ആരാണ് ഫിലിസ്തീർക്ക് അടിമകളായിരുന്നത്? ഉത്തരം ഹെബ്രായർ. ചോദ്യം 383. ഫിലിസ്തീനുമായുള്ള യുദ്ധത്തിൽ എത്ര പടയാളികൾ നിലം പതിച്ചു? ഉത്തരം 30,000. ചോദ്യം 384. ഫിനെഹാസിൻ്റെ പുത്രൻ്റെ പേര്? ഉത്തരം ഇഖാബോദ്. തുടർന്ന് 1 സാമുവേൽ 5-ാം അധ്യായത്തിൽ നിന്നുമുള്ള 4 ചോദ്യങ്ങൾ. ചോദ്യം 385. ദൈവത്തിൻ്റെ പേടകം എവിടെ നിന്ന് എവിടേക്ക് കൊണ്ടുപോയി? ഉത്തരം എബനേസറിൽ നിന്ന് അഷ്ദോദിലേക്ക്. ചോദ്യം 386. ഇസ്രായേല്യരുടെ ദൈവത്തിൻ്റെ പേടകം എവിടേക്ക് കൊണ്ടുപോകാമെന്നാണ് ഫിലിസ്തീൻ പ്രഭുക്കൾ പറഞ്ഞത്? ഉത്തരം ഗത്തിലേക്ക്. ചോദ്യം 387. ഗത്തിലുള്ളവർ കുരുക്കൾ മൂലം കഷ്ടപ്പെട്ടപ്പോൾ പേടകം എവിടേക്കാണ് കൊണ്ടുപോയത്? ഉത്തരം എക്രോണിലേക്ക്. ചോദ്യം 388. പേടകം എക്രോണിലെത്തിയപ്പോൾ ആരാണ് മുറവിളി കൂട്ടിയത്? ഉത്തരം തദ്ദേശവാസികൾ. തുടർന്ന് 1 സാമുവേൽ 6-ാം അധ്യായത്തിൽ നിന്നുമുള്ള 5 ചോദ്യങ്ങൾ. ചോദ്യം 389. കർത്താവിൻ്റെ പേടകം എത്ര മാസമാണ് ഫിലിസ്തീനരുടെ കൈകളിലായിരുന്നത്? ഉത്തരം 7 മാസം. ചോദ്യം 390. 6-ാം അധ്യായത്തിൽ ചോദ്യങ്ങൾ മാത്രമുള്ള വാക്യം ഏത്? ഉത്തരം 6:6. ചോദ്യം 391. ആരാണ് ബെത്ഷെമെഷ് അതിർത്തി വരെ അനുധാവനം ചെയ്തത്? ഉത്തരം ഫിലിസ്ത്യ പ്രഭുക്കന്മാർ. ചോദ്യം 392. വയലിൽ ഗോതമ്പ് കൊയ്തുകൊണ്ടിരുന്ന ബെത്ഷെമെഷിലെ ജനങ്ങൾ തലയുയർത്തി നോക്കിയപ്പോൾ കണ്ടത് എന്ത്? ഉത്തരം കർത്താവിൻ്റെ പേടകം. ചോദ്യം 393. കർത്താവിൻ്റെ പേടകവും സ്വർണ്ണയുരുപ്പടികൾ വെച്ചിരുന്ന പെട്ടിയും താഴെ ഇറക്കിയത് ആരാണ്? ഉത്തരം ലേവ്യർ. തുടർന്ന് 1 സാമുവേൽ 7-ാം അധ്യായത്തിൽ നിന്നുമുള്ള 6 ചോദ്യങ്ങൾ. ചോദ്യം 394. ഇസ്രായേൽ മുഴുവൻ മിസ്പായിൽ ഒരുമിച്ച് കൂടുവിൻ എന്ന് ആരാണ് പറഞ്ഞത്? ഉത്തരം സാമുവൽ. ചോദ്യം 395. ഇസ്രായേൽക്കാർ എവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്ന് കേട്ടപ്പോഴാണ് ഫിലിസ്തീ പ്രഭുക്കന്മാർ ഇസ്രായേലിനെ ആക്രമിക്കാൻ പുറപ്പെട്ടത്? ഉത്തരം മിസ്പായിൽ. ചോദ്യം 396. ഫിലിസ്തീനിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുന്നതിന് ദൈവമായ കർത്താവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കണമേ എന്ന് ഇസ്രായേൽക്കാർ ആരോടാണ് അപേക്ഷിച്ചത്? ഉത്തരം സാമുവലിനോട്. ചോദ്യം 397. മുലകുടി മാറാത്ത ഒരാട്ടിൻകുട്ടിയെ സമ്പൂർണ്ണ ദഹനബലിയായി കർത്താവിന് അർപ്പിച്ചത് ആരാണ്? ഉത്തരം സാമുവൽ. ചോദ്യം 398. ഇതുവരെ ദൈവം സഹായിച്ചു എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന് ഇട്ട പേര് എന്ത്? ഉത്തരം എബനേസർ. ചോദ്യം 399. എബനേസർ എന്ന വാക്കിൻ്റെ അർത്ഥം? ഉത്തരം സഹായശില. ചോദ്യം 400. സാമുവലിൻ്റെ ഭവനം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം ഏത്? ഉത്തരം റാമ. ഇതോടെ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. കർത്താവായ യേശുവിൻ്റെ കൃപ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.